പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ഇന്നലെ രാത്രി വീണ്ടും നമ്മളൊരു കാട്ടാന ആക്രമണത്തിൻ്റെ വാർത്തയുമായാണ് ഉറങ്ങാൻ പോയത്. ഈ വനമേഖലയിലുള്ളവരൊക്കെ വനാതിർത്തിയിലുള്ളവരൊക്കെ വീണ്ടും ആശങ്കയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ അത് വലിയ പ്രതിഷേധത്തിലൊക്കെ ഇടുക്കിയിലേക്ക് പോയിരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളടക്കം ഈ ദിവസത്തെ എല്ലാ പുതിയ വാർത്തകളും നമുക്ക് നോക്കാം. ആദ്യം നാട്ടിലെന്തുണ്ട്. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന വീട്ടമ്മയെ ചവിട്ടിക്കൊന്ന സംഭവത്തിൽ ഇന്നലെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിച്ചു. കുടുംബത്തിന് ഇന്ന് തന്നെ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. കാട്ടാന ഭീതിയിൽ കഴിയുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ധാരണയായി. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേർന്നു. പ്രിൻസ്, ഇന്നലെ പെരുവന്താനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒടുവിൽ ഒരു സമവായത്തിലെത്തിയത്? മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ശ്രീജ, ഇന്നലെ സോഫിയയുടെ മരണത്തിൽ കനത്ത പ്രതിഷേധത്തിലായിരുന്നു നാട്ടുകാർ. പ്രത്യേകിച്ചും ഇവിടെ കാട്ടാനശല്യം രൂക്ഷമായി ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. കൃത്യമായ ഒരു ഇടപെടൽ വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഒപ്പം കളക്ടർ എത്തിയ ഒരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് നാട്ടുകാർ സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കിയും മൃതദേഹം മാറ്റാൻ അനുവദിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്. തുടർന്ന് കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും ആൾക്കാർക്ക് ഉറപ്പ് നൽകുകയുമായിരുന്നു. പ്രധാനമായും സോഫിയയുടെ കുടുംബത്തിന് അടിയന്തരമായി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. അപ്പോൾ അത് ഇന്ന് തന്നെ ആ തുക കൈമാറുന്നുള്ള നടപടികൾ സ്വീകരിക്കും. ഒപ്പം സോഫിയയുടെ മക്കൾക്ക് സർക്കാർ ജോലി നൽകുന്നതിനായി ശുപാർശ ചെയ്യും. ഇതോടൊപ്പം തന്നെ ഇവിടെ ഈ വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന 3 കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടെയാണ് മൃതദേഹം ഇവിടുന്ന് മാറ്റുന്നതിനായി ഉള്ള നടപടികൾ സ്വീകരിച്ചത്. എന്തായാലും മറ്റ് നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നത്. വലിയ പ്രതിഷേധം ഇന്നലെ നാട്ടുകാർ നടത്തിയിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ്, ഏകദേശം 5:30യോടെയാണ് സോഫിയ ഈ തോട്ടം മേഖലയ്ക്ക് സമീപത്തുള്ള അരുവിയിലേക്ക് കുളിക്കാൻ പോകുന്നതിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ പെടുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. ഇവർ അരുവിയിലേക്ക് പോയതിന് തിരികെ എത്താൻ തുടർന്ന് മകൻ നടത്തിയ തെരച്ചിലാണ് ആക്രമണം നടന്നതായി കണ്ടെത്തുകയും പിന്നീട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തത്. വലിയ പ്രതിഷേധം തുടർന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ നാട്ടുകാർക്ക് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാട്ടാന ശല്യത്തിന് പരിഹാരം എന്ന നിലയിലേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാട്ടാന മേഖല എങ്ങനെയാണ്? സാധാരണ രീതിയിൽ അങ്ങനെ കാട്ടാന സ്ഥിരം വരുന്ന ഒരു മേഖലയാണോ? ഈ 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാനാണല്ലോ ഈ ധാരണയായിരിക്കുന്നത്. അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടോ? ജനവാസ മേഖലയാണോ? ആ 3 കുടുംബങ്ങളും അവിടെ നിന്ന് മാറാൻ തയ്യാറാണോ? ശ്രീജ, പ്രത്യേകിച്ചും ഒരു തോട്ടം മേഖലയാണ്. ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു തോട്ടം മേഖലയാണ്. റബ്ബർ തോട്ടം മേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഏതാനും നാളുകളായി തുടർച്ചയായ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് കാട്ടാനക്കൂട്ടങ്ങൾ ഇവിടെ പതിവായിട്ട് എത്തിയിട്ടും വനംവകുപ്പിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വനംവകുപ്പിനെ അറിയിച്ചെങ്കിൽ പോലും ഇവർ എത്തുകയോ ആനകളെ നീക്കം ഇവിടുന്ന് ഓടിക്കുന്ന നടപടികളൊക്കെ കൃത്യമായി നടത്തുന്നില്ല എന്നും ആരോപിക്കുന്നു. എന്തായാലും ഈ പ്രദേശത്ത് താമസിക്കുന്ന വനമേഖലകളുടെ ഏറ്റവും ചേർത്ത് കിടക്കുന്ന 3 കുടുംബങ്ങളെയാണ് മാറ്റി പ്രത്യേകമായവർക്ക് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ജില്ലാ ഭരണകൂടം നടപടി ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് നാട്ടുകാർ സമ്മതം അറിയിച്ചിരിക്കുന്ന ഘട്ടമാണുള്ളത്. ഏറ്റവും ആവശ്യമുള്ള, ഏറ്റവും കൂടുതൽ ഭീതി ഉള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള കുടുംബങ്ങളെയാണ് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് കാര്യങ്ങളിലും ഉറപ്പ് നൽകിയിരിക്കുന്നു. സോഫിയയുടെ മക്കൾക്ക് ജോലി നൽകുന്നതിനെ ശുപാർശ ചെയ്യുമെന്ന ഒരു കാര്യം ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ സഹായധനമായി ഇന്ന് തന്നെ 10 ലക്ഷം രൂപ കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് കളക്ടർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ശ്രീജ, ശരി. ഇന്നലെയാണ് നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ TR&T എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. അവിടെ വലിയ രീതിയിൽ ആളുകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബത്തിന് ധനസഹായം നൽകാനും സോഫിയയുടെ മകൾക്ക് ജോലി നൽകാനും ഏതാണ്ട് ധാരണയായി. കളക്ടർ എത്തി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. അവിടെയുള്ള ഭീഷണിയിലുള്ള 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ധാരണയായിട്ടുണ്ട്.
അവിടെ മാത്രമല്ല പല മേഖലകളിലും ഈ വനാതിർത്തിയോട് ചേർന്നുള്ള പല മേഖലകളിലും കാട്ടാന ശല്യം വലിയ രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട്. പത്തനംതിട്ട കോന്നി ആവോലിക്കുഴിയിലെ പ്രദേശവാസികളും ഇതേ അവസ്ഥയിലാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നുണ്ട് ഈ മേഖലയിലെ കർഷകർ. കോന്നി ആവോലിക്കുഴി സ്വദേശി ഓമനയുടെ പുരയിടത്തിലെ കൃഷിയാണ് കാട്ടാനകൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത്. 200ഓളം വാഴകളും കപ്പയും കാച്ചിലും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പുലർച്ചെ കാട്ടാനയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഞങ്ങൾ ഇറങ്ങി വന്ന് വാഴക്കൊല വെട്ടാനെ കൊണ്ടിറങ്ങി വന്നപ്പോഴാണ് ഇത് വാവച്ചപ്പോഴാണ് ഇറങ്ങിയത്. സോളാർ പൊട്ടിച്ചോണ്ടാ. സോളാർ ഇട്ടേക്കുവാ 4 വശവും 2-3 ലക്ഷം രൂപ മുടക്കി ഞങ്ങളുടെ ഇത്രയും ദിവസത്തിന് 4 വശവും സോളാർ ഇട്ടേക്കുക. ഇന്ന് അത് പൊട്ടിച്ചോണ്ടാ കയറിയത്. വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. വനപാലകർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. രാത്രി വെളുപ്പിനെ കുഴപ്പകാലത്ത് വെച്ചാൽ വരുന്നത്. സാധാരണ വാഴ, കപ്പ, ഇങ്ങനെയുള്ള മറ്റു കൃഷികളൊക്കെയാണ്. റബ്ബറൊക്കെ വലിച്ചൊടിക്കുക. റബ്ബർ, തെങ്ങ്, കവുങ്ങ്. സമീപകാലത്ത് മാത്രം 5 പ്രാവശ്യമാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചത്. തെങ്ങും കവുങ്ങും ഉൾപ്പെടെയുള്ള കൃഷികളാണ് പലപ്പോഴും നശിപ്പിക്കുന്നത്. വായ്പയെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് MP പ്രിയങ്ക ഗാന്ധി. നിലമ്പൂർ ഉച്ചക്കുളം ആദിവാസി നഗറിലെ ആന ട്രഞ്ച് പ്രതിസന്ധി പ്രിയങ്ക നേരിൽ കണ്ട് മനസ്സിലാക്കി നിർദ്ദേശങ്ങൾ നൽകിയാണ് മടങ്ങിയത്. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായ വണ്ടൂർ സ്വദേശി നൌഷാദ് അലി, നിലമ്പൂർ ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനി, കരുളായിലെ മണി എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് പ്രിയങ്ക ഗാന്ധി നേരിൽ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചത്. ഉച്ചക്കുളത്ത് 1 മണിക്കൂറോളം സമയം പ്രിയങ്ക ചെലവഴിച്ചു. ആദിവാസി നഗറിന് ചുറ്റുമുള്ള വന്യജീവികൾ കടക്കാതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ഇല്ലാതായ അവസ്ഥയാണ്. ട്രഞ്ച് പലയിടത്തും മണ്ണ് വീണ് മൂടിക്കഴിഞ്ഞു. ആനകൾക്ക് ഒരു തടസ്സവുമില്ലാതെ ഇതിലൂടെ നടന്നുവരാനാകും. ട്രഞ്ചിന്റെ സ്ഥിതി നേരിൽ കണ്ട് പ്രിയങ്ക വിലയിരുത്തി. പ്രിയങ്കയ്ക്ക് മുമ്പിൽ പ്രദേശവാസികൾ പരാതികളുടെ കെട്ടഴിച്ചു. കാര്യങ്ങൾ നേരിൽ കണ്ട് ചോദിച്ചു മനസ്സിലാക്കിയ പ്രിയങ്ക വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു. I understand. That's why I wanted to see it. Because I wanted to understand what is the problem, why you don't believe. I can see now why you don't believe, because it's not maintained at all. This elephant will walk from here anytime. നാട്ടുകാരുടെ സുരക്ഷയാണ് പ്രധാനം. അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും, പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. So I've discussed alternatives. You can suggested something. Let us see. We will all work on it together. It's very important for people here to feel safe and to have the basic facilities. ട്രഞ്ചുകളുടെ ആഴം കൂട്ടാനും കാട് വെട്ടാനും അവയ്ക്കു ചുറ്റും സുരക്ഷാഭിത്തി നിർമ്മിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ കൂടി പ്രിയങ്ക ഗാന്ധി നൽകി. തൊഴിലുറപ്പ് പദ്ധതി ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 19-കാരിയായ ഗായത്രിയെയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി പരിശീലനം നടത്തുന്ന ആർമി റിക്രൂട്ട്മെന്റ് കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ഗായത്രിയുടെ അമ്മ ആരോപിച്ചു. ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് തിരികെ വന്നപ്പോഴാണ് മുറിക്കുള്ളിൽ മകളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മരിച്ച 19-കാരി ഗായത്രി ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നടത്തി വരികയായിരുന്നു. ഇവിടുത്തെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഗായത്രിയുടെ അമ്മ രാജി ആരോപിച്ചു. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞു പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണ് അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. സ്ഥാപനത്തിനെതിരെ കൂടൽ പോലീസിൽ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ഗായത്രിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് കടന്നു കളഞ്ഞ സംഭവത്തിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ രാത്രിയാണ് വടകരയിൽ എത്തിച്ചത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 17-നായിരുന്നു വടകര ചോറോട് വെച്ച് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കണ്ണൂർ മേലെ ചൊവ്വ സ്വദേശിനിയായ ദൃഷാനയെയും മുത്തശ്ശി ബേബിയെയും പ്രതി ഷെജിൽ കാറിടിച്ച് തെറിപ്പിച്ച് നിർത്താതെ പോയത്.
അപകടത്തിൽ മുത്തശ്ശി ബേബി മരിക്കുകയും 9 വയസ്സുകാരിയായ ദൃശാന കോമയിലാവുകയുമായിരുന്നു. ചോറോഡിലെ ബന്ധുവീട്ടിൽ പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. 10 മാസത്തിന് ശേഷമാണ് പ്രത്യേക പോലീസ് അന്വേഷണ സംഘം പ്രതിയെ തിരിച്ചറിഞ്ഞത്. നഷ്ടപരിഹാരത്തിനായി പ്രതി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പറഞ്ഞു. പ്രതിയെ വടകര കോടതിയിൽ ഹാജരാക്കും. ഇൻഷുറൻസ് പണം തട്ടാൻ കൃത്രിമത്വം കാണിച്ചതിന് പ്രതിക്കെതിരെ ഒരു കേസ് കൂടിയുണ്ട്. ഇതിലും ഷെജിലിനെ അറസ്റ്റ് ചെയ്യും. ന്യൂസ് 18 വടകര. സർക്കാർ എത്ര ശമ്പളം നൽകിയാലും ചില ഉദ്യോഗസ്ഥർക്ക് മതിയാവില്ല. കിമ്പളവും മാസപ്പടിയും ഒക്കെ കൃത്യമായി കിട്ടിയെങ്കിലേ ജോലി ചെയ്യാനാവൂ എന്ന് വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? കൊല്ലം മുളവനയിലെ താലൂക്ക് സർവേയർ വിജിലൻസിന്റെ പിടിയിലായത് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ്. വസ്തു അളന്ന് തിട്ടപ്പെടുത്തി നൽകുന്നതിന് വേണ്ടിയായിരുന്നു കൈക്കൂലി ആവശ്യപ്പെട്ടത്. കൊട്ടാരക്കര പവിത്രേശ്വരം പൊരിക്കൽ സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് സർവേയറുമായ അനിൽകുമാറാണ് വിജിലൻസിന്റെ പിടിയിലായത്. അഞ്ചൽ സ്വദേശിയുടെ മുളവനയിലുള്ള കുടുംബ വസ്തുവിൽ 3 സെന്റ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി അപേക്ഷ നൽകി. കളക്ടറുടെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഓർഡറും വാങ്ങിയിരുന്നു. എന്നാൽ വസ്തു അളക്കുന്നതിന് വീണ്ടും കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. തുടർന്ന് അഞ്ചൽ സ്വദേശി വിജിലൻസിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇന്നലെ 11 മണിയോടെ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ അനിൽകുമാറും ഉദ്യോഗസ്ഥരും മുളവനയിലെത്തി. വസ്തു അളക്കുന്നതിന് മുന്നേ പണം ആവശ്യപ്പെടുകയും വിജിലൻസ് നൽകിയ പണം ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു. സംഭവസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെ കയ്യോടെ പിടികൂടുകയായിരുന്നു. ഉദ്യോഗസ്ഥർ മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് ജില്ലയിൽ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയുടെ മറവിൽ തട്ടിപ്പ് നടന്നതായി പരാതി. ജ്വല്ലറി തട്ടിപ്പിനിരയായ 100-ലേറെ പേരാണ് വടകരയിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നത്. മാസങ്ങൾക്ക് മുൻപ് നൽകിയ പരാതികളിൽ കേസെടുത്തെങ്കിലും തട്ടിപ്പ് നടത്തിയവർ വിദേശത്താണെന്ന് പറഞ്ഞാണ് പോലീസ് ഇപ്പോൾ തുടർ നടപടിയെടുക്കാത്തത്. നിക്ഷേപകർക്ക് എല്ലാം കൂടി നഷ്ടമായത് 9.5 കോടി രൂപയാണ്. അപ്പോളോ ജ്വല്ലറി, അപ്പോളോ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിക്ഷേപിച്ചവർക്കാണ് പണം നഷ്ടമായത്. ഇരകൾ കർമ്മസമിതി രൂപീകരിച്ച് പ്രക്ഷോഭരംഗത്തിറങ്ങിയെങ്കിലും ജ്വല്ലറി നടത്തിയവർ വിദേശത്ത് കടന്നതോടെ അന്വേഷണം വഴിമുട്ടി. വടകര പോലീസ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 102 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. വടകര പോലീസ് ഇതിനകം 55 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഓരോ നിക്ഷേപകനും 1 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നഷ്ടമായിട്ടുണ്ട്. ജ്വല്ലറിയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയിരുന്നു. മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ടാണ് പലരും പണം നിക്ഷേപിച്ചത്. ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം ലഭിച്ചിരുന്നു. ഇതോടെ പലരും കൂടുതൽ പണം നിക്ഷേപിക്കുകയുണ്ടായി. ജ്വല്ലറി ഉടമകളുടെ മറ്റു സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവരുമുണ്ട്. കൊണ്ടുപോയത് എൻ്റെ മോളെ മോക്ക് സ്വർണം വാങ്ങിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഓരോ അറിഞ്ഞ് നിങ്ങൾക്ക് നമ്മൾ 1000 ഉറുപ്പ്യ മാസം വെച്ചിട്ട് തരാം, പിന്നെ 1 ലക്ഷത്തിന് 1000 ഉറുപ്പ്യ വെച്ചിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇട്ട്. പിന്നെ സ്വർണം വാങ്ങാൻ ചെന്നേരം ഓല് തന്നില്ല. പിന്നെ ഒരു 21 വരെ തന്നിക്ക്. പിന്നെ ഓല് പിന്നെ ഒറ്റ പൈസയും തന്നിക്കില്ല, മുതലും ഇല്ല ലാഭവും ഇല്ല, ഒന്നും അതിൻ്റെ ഡിവൻഡ് തരാമെന്നിട്ട് തന്നിക്കൂല. നമ്മളത് അങ്ങനെ തന്നെ സ്ഥലമെല്ലാം വിറ്റിട്ട് 10-40 ലക്ഷം കൊടുത്തിന്. ഇങ്ങനെ തന്നെ ഒന്നും ഓരോരുത്തരെ മക്കളെ 2 മക്കളതും എൻ്റെതും എൻ്റെ ഭർത്താവിൻ്റെത് കൊടുത്തത്. എന്നിട്ട് ഒന്നും അന്നേരം കുറച്ച് തന്നിന്, പിന്നെ ഇപ്പം ഒന്നും തരത്തില്ല. പ്രതികളിൽ പ്രമുഖർ വിദേശത്തേക്ക് കടന്നതാണ് അന്വേഷണത്തെ ബാധിച്ചതെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഭൂമി വിറ്റതും മക്കളെ വിവാഹം ചെയ്തയക്കാനും മറ്റുമായി സ്വരൂപിച്ച പണം നഷ്ടപ്പെട്ടവർ നിരവധി പേരുണ്ട്. ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിനകം നടന്നിരുന്നു. പണം ലഭിക്കുമെന്ന ഉറപ്പിൽ പരാതിയുമായി മുന്നോട്ടു പോകാതെ നിൽക്കുന്നവരുമുണ്ട്. നിക്ഷേപകർക്ക് കോടികൾ നഷ്ടപ്പെട്ട കേസിൽ തുമ്പാവാത്തതിനാൽ അന്വേഷണം മറ്റ് ഏജൻസികളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 വടകര. കാസർഗോഡ് വീട്ടിലെത്തിയ SIയും സംഘവും ആളുമാറി അച്ഛനും മകളും ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചെന്ന് പരാതി. ബേക്കൽ പോലീസിനെതിരെ കുടുംബം പരാതിയുമായി രംഗത്തെത്തി. സർജറി കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ബേക്കൽ SI അജയ് S മേനോനെതിരെയാണ് പരാതി. വീട്ടിലെത്തിയ SIയും സംഘവും അച്ഛൻ BK കണ്ണൻ, മകൾ സിനിജ, ബന്ധു ഷീല എന്നിവരെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. ആളുമാറിയാണ് മർദ്ദനമെന്ന് കുടുംബം പറയുന്നു. മർദ്ദനത്തെ തുടർന്ന് 5 ദിവസം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു BK കണ്ണൻ. ജീപ്പിലൊക്കെ വലിച്ചു കയറ്റാൻ ആടുന്ന് ചങ്ക് പിടിച്ചിട്ട്
അന്നേരം മോള് ഇടപെട്ട് കരച്ചിലും പിന്നെ ഭീകര അന്തരീക്ഷം ഇവിടുന്ന് ആ പരിസരവാസികൾ ഫുള്ള് വന്ന് ഇവരെ കരച്ചിൽ കെട്ടിയിട്ടുണ്ട്. പുള്ളികളും ഇവള് രണ്ടാൾ കരച്ചിട്ട് ഇവരെല്ലാവരും വന്ന് വിടുന്നില്ല. വിടവപ്പൻ്റെ മോള് ഇടപെട്ടിട്ട് മോളെ ഉന്തി തെറിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് എൻ്റെ മരുവോളുണ്ട് ഓള് പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തോ ഒരു പ്രവൃത്തി തന്നെ എന്തോ ഒരു ഭീകര അന്തരീക്ഷമാണ് ആ SI കാണിച്ച നമ്മളോട്. സർജറി കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ കുടുംബം പരാതി നൽകി. ന്യൂസ് 18 കാസർഗോഡ്. കൊയ്ത്തുകാലം തുടങ്ങുമ്പോൾ തന്നെ കച്ചവടം നടന്നിരുന്ന വൈക്കോലിന് ഇപ്പോൾ ആവശ്യക്കാർ കുറയുകയാണ്. ക്ഷീര കർഷകരുടെ എണ്ണം കുറഞ്ഞതും വൻകിട ഫാമുകൾ കൂടിയതുമാണ് വൈക്കോലിന്റെ ആവശ്യം കുറയാൻ കാരണം. വില കുറയുന്നതും ഇപ്പോൾ നെൽകർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. തൃത്താല മേഖലയിലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കാഴ്ചയാണിത്. ആവശ്യക്കാർ കുറഞ്ഞതോടെ പാടങ്ങളിൽ വൈക്കോൽ കെട്ടുകൾ കൂട്ടിയിട്ടേക്കുന്നു. നെല്ലിനൊപ്പം വൈക്കോൽ കൂടി വിറ്റാൽ മാത്രമേ കർഷകർക്ക് മുടക്കുമുതലെങ്കിലും കിട്ടൂ. മുൻ വർഷങ്ങളിൽ വൈക്കോലിനായി പാടശേഖരങ്ങളിലേക്ക് ധാരാളം ആവശ്യക്കാർ എത്തിയിരുന്നു. എന്നാൽ ഒരു കെട്ടിന് 160 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 രൂപയും അതിൽ കുറഞ്ഞുമൊക്കെയുമാണ് വിൽപ്പന. മെഷീൻ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലെ വൈക്കോൽ യന്ത്രം ഉപയോഗിച്ച് കെട്ടുന്നതിന് 40 രൂപ നൽകണം. കെട്ടാനുള്ള പണം കഴിച്ചാൽ നിസ്സാര വില മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഈ പ്രദേശത്ത് കുറച്ച് പന്നിശല്യം കമ്മിയുണ്ട്. പക്ഷെ ആ റോഡ് സൈഡില്, ആ കാങ്കപ്പുഴ റോഡിന്റെ സൈഡിൽ നല്ല പന്നിശല്യം ഉണ്ടായിട്ടുണ്ട്. ഈ കൃഷി അവിടെ കൊയ്യുന്നതിന്റെ മുമ്പായിട്ട് ഒരുപാട് കണ്ടത്തിൽ ഇറങ്ങിയിട്ട് നാശാക്കിയിട്ട് വൈക്കോല് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു ഏക്കറിൽ ഒരു 84, ഒരു 85, 90 അടുത്ത് വൈക്കോൽ കെട്ടുകൾ ഒരു ഏക്കറയിൽ കിട്ടും. അതിപ്പോ 45, 50 മാറിയിരിക്കുക. കാരണം ഈ പന്നിശല്യം കാരണം പന്നി പാടത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചിട്ട് സമയത്ത് ആവശ്യമുള്ള വൈക്കോലുകൾ പണ്ട് കിട്ടിയിട്ട് മാതിരി കിട്ടാറില്ല. അത് നല്ലൊരു പ്രശ്നമാണ് ഈ പന്നിശല്യം. വന്യമൃഗങ്ങളുടെ ആക്രമണവും വിലയിടവും ഉൽപാദന ചെലവും എല്ലാം വലയ്ക്കുമ്പോഴാണ് വൈക്കോലിനും വില കിട്ടാത്തത്. ഈ കൊല്ലം എനിക്ക് പകുതി നഷ്ടമാണ് അറിവുപോലെ. വൈക്കോല് 5-8 കെട്ട് 80 കെട്ട് വൈക്കോലിൻ്റെ ഇപ്പൊ ആകെ 60-65 കെട്ട് വൈക്കോലേ ഉള്ളൂ. നെല്ലാച്ച അതും കുറവ്. നെല്ല് പറഞ്ഞിട്ട് ഇത് കതിര് വരുന്ന സമയത്തല്ലേ മറിച്ചിടുന്നു. പിന്നെ ഇവിടുന്ന് ഉണ്ടാവുക. പഞ്ചായത്തിൽ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ്, പിന്നെ ഒരു കേസ് തന്നെ എടുക്കുകയാണ് എന്നാണ് പറയുന്നത്. വിറ്റുപോകും മുമ്പ് വേനൽ മഴ എത്തിയാൽ പാടശേഖരങ്ങളിലുള്ള വൈക്കോൽ നശിക്കും. ഈർപ്പമില്ലാതെ വൈക്കോൽ കെട്ട് സൂക്ഷിച്ചു വച്ചാൽ മഴക്കാലത്ത് വില ലഭിക്കാറുണ്ട്. പക്ഷെ 100 കെട്ട് വൈക്കോൽ സൂക്ഷിച്ചു വയ്ക്കാൻ പണിയേറെയെന്നാണ് കർഷകർ പറയുന്നത്. നെല്ല് സംഭരിക്കുന്നത് പോലെ വൈക്കോലും സംഭരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 തൃത്താല. പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഇടുക്കിയിൽ. നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത് KC ചാക്കോ. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഇത്തരം ഉപകരണങ്ങൾ ചാക്കോയുടെ ശേഖരത്തിലുണ്ട്. ഇന്നലകളുടെ പാട്ടോർമ്മകളുടെ കാവൽക്കാരനാണ് ചാക്കോ. 1920 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാമഫോൺ, 1924 ഗ്രാമഫോൺ പെട്ടി, വാൽവ്, ട്രാൻസിസ്റ്റർ റേഡിയോകൾ, വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ഫിലിപ്സ്, അക്കായ്, സിമൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മിക്ക കമ്പനികളുടെയും പ്ലെയറുകളുടെ ശേഖരം. മിക്കവയും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും എല്ലാം പ്രവർത്തന സജ്ജമാണ്. ഗ്രാമഫോൺ പെട്ടിയാണ്, ഡെക്കാപ്പെട്ടി എന്നതിന് പറയും. ഇത് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 1924 കമ്പനി പുറത്തിറക്കിയതാണ്. അതിന് ഓരോ ഡിസ്ക് വയ്ക്കുമ്പോഴും നമ്മൾ ഓരോ നീഡിൽ മാറ്റി തരണം. നീഡിൽ മാറ്റി ഇട്ടില്ലെങ്കിൽ ആ ഡിസ്ക് ഡാമേജ് ആവും. ഇത് ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഇത് മുറപ്പെണ്ണ എന്ന സിനിമയിലെ കരയുന്നോ പുഴ ചിരിക്കുന്നു. ഇത് വൈൻഡ് ചെയ്യുമ്പോൾ സ്പ്രിങ് മുറുകുന്നതനുസരിച്ചാണ് ഇത്. വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങിയത്. പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു. ഇത് 1969 ഇറങ്ങിയ HMVയുടെ മോഡലാണിത്. HMVയുടെ വാൽവ് റേഡിയോ. ഇപ്പോൾ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇതിന് നമ്മൾ എയറിൽ വേണം, എർത്ത് വേണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല കാറ്റോടുകൂടി ഇപ്പോഴും പ്രവർത്തിക്കും.
അന്നിറങ്ങിയ ഫിലിപ്സിൻ്റെ ഒരു വാൽവ് കൂടിയാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ, അത് മോണയാണ്. സ്റ്റീരിയോ സെറ്റ് ആദ്യം ഇറങ്ങിയ ഫിലിപ്സിൻ്റെ വാൽവ് കൂടിയാണ്. ഇതും 69-70 കാലയളവിൽ ഇതും വർക്കിംഗ് ആണ്. ഞാൻ ഒരു റെക്കോർഡ് പ്ലെയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അത് ഒരു പിക്കപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ മികച്ച ശേഖരവും ഇവിടെയുണ്ട്. പണ്ടുകാലത്ത് സിനിമാ ആസ്വാദകർക്ക് നൽകിയിരുന്ന പാട്ടുപുസ്തകങ്ങളും ചാക്കോയുടെ ശേഖരത്തിലുണ്ട്. ഇന്നലകളിലെ സിനിമാ ഓർമ്മകളുടെ ഒരു സൂക്ഷിപ്പുകാരൻ കൂടിയാണ് ഇദ്ദേഹം. സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി. പച്ചക്കറി കൃഷിയിലും മികവ് തെളിയിച്ച് കോഴിക്കോട് വടകരയിലെ ട്രഷറി ജീവനക്കാർ. മട്ടുപ്പാവിലാണ് ഇവരുടെ കൃഷി. ചീരയും വെണ്ടയും ബീൻസുമൊക്കെ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുകയാണ് വടകര ട്രഷറി ജീവനക്കാർ. മത്തൻ, കക്കരി, പച്ചമുളക്, പാഷൻ ഫ്രൂട്ട് എന്നിവയുമുണ്ട്. ജോലിയുടെ ഇടവേളകളിലാണ് കൃഷി. ജൂനിയർ അക്കൗണ്ടന്റ് CH അതുല്യയാണ് കൃഷിക്ക് തുടക്കമിട്ടത്. ട്രഷറി ഓഫീസർ മുരളീധരൻ ആയഞ്ചേരിയുടെ നേതൃത്വത്തിൽ ഓഫീസിലെ 20 പേരും കൈകോർത്തു. മണ്ണിനു പകരം ടെറസിലെ ഉണങ്ങിയ പായലാണ് ചാക്കുകളിൽ നിറച്ചത്. ജൈവ രീതിയിലാണ് കൃഷി. നമ്മളെ ട്രഷറിയിൽ തന്നെ അതുല്യ എന്നൊരു ജൂനിയർ അക്കൗണ്ടന്റാണ് നമുക്ക് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഞാനിത് ജൂനിയർ സൂപ്രണ്ടായ ശ്രീജ ജയസോടും നിഷ ജയസോടും സംസാരിക്കുകയും മറ്റ് സ്റ്റാഫുകളെ യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയും അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇതിനെ സ്വാഗതം പറയുകയും അങ്ങനെ നമ്മൾ ഇത് ഒന്ന് നടത്തി നോക്കാം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മൾ ജീവനക്കാർ ഒറ്റക്കെട്ടായി നടത്തിയിട്ടുള്ളതെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഏറെ തിരക്കുള്ള ഓഫീസ് ആയതിനാൽ ഓഫീസ് സമയത്തിന് മുമ്പും ശേഷവുമാണ് കൃഷി. കൃഷി ചെയ്ത് വിളയിച്ച ഉൽപ്പന്നങ്ങൾ വീട്ടാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന സന്ദേശമാണ് ഇവർ നൽകുന്നത്. ന്യൂസ് 18 വടകര. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പ്രജിൻ ജോസ് കുടുംബാംഗങ്ങളോട് നേരത്തെയും ക്രൂരമായും പെരുമാറിയിട്ടുണ്ടെന്ന് ജോസിന്റെ ബന്ധു ന്യൂസ് 18നോട് പ്രതികരിച്ചു. അതേസമയം ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായാണോ പ്രജിൻ കൊലപാതകം നടത്തിയതെന്നറിയാൻ വെള്ളറട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അവൻ ഈ വീട്ടിനകത്ത് പൈപ്പ് പൊട്ടിച്ചു. ഇവരെ രണ്ടുപേരെയും പുറത്താക്കി. രാത്രിയാണ് അസമയത്ത്. എന്നിട്ട് അവൻ ഇവിടെ നിന്നാണ് കുളിച്ചത്. ഈ ഹാളിൽ നിന്ന് പൈപ്പ് പൊട്ടി മൊത്തം വെള്ളം ഈ വീട്ടിനകത്ത്. ഭയങ്കരമായ അസഹ്യമായ രീതിയിൽ ഒരു പെരുമാറ്റം നടത്തി. അത് എനിക്ക് തോന്നുന്നു 2 വർഷമായെന്ന് തോന്നുന്നു. അതെ, പൊട്ടിച്ച് ഇവിടെ നിന്ന് കുളിച്ചു ഈ ഹാളിൽ നിന്ന്. അപ്പോൾ അവസാനം ഇവർക്ക് വീട്ടിൽ കയറാനൊന്നും നിവൃത്തിയില്ല. അങ്ങനെ 100-ൽ വിളിച്ചു ജോസണ്ണ. ചൈനയിലെ വുഹാനിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി വെള്ളറടയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ അസ്വാഭാവികതകൾ കണ്ടു തുടങ്ങിയത്. 1 മാസം മുമ്പ് ബന്ധുവിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രജിൻ ചെയ്തതാകട്ടെ ഇങ്ങനെ. എല്ലാവരും കുടുംബപരമായി ഈ പ്രജനും ഉണ്ടായിരുന്നു. പള്ളിയിലെ കെട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മണ്ഡപത്തിലേക്കല്ല പോയത്. അവൻ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ ചർച്ചിലെന്ന് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആഡിറ്റോറിയത്തേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. പ്രജിൻ ഈ വാഹനത്തിൽ ജോസണ്ണൻ, ജോസന്റെ ഭാര്യ, മകള്, ഈ ജോലിയൊക്കെ ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീ, ഇവരെല്ലാവരും ആ കാറിലാണ് കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്കാണ് ആ കാറ് തിരിച്ചു വിട്ടത്. അപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മരുന്ന് വാങ്ങണം മെഡിക്കൽ സ്റ്റോറിൽ. അപ്പം മെഡിക്കൽ സ്റ്റോർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ മരുന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു അലസ്യമായി വാഹനം ഓടിച്ചു, വേഗതയിൽ. അതെ. അപ്പം സഹോദരി പറഞ്ഞു, എന്നെ നീ ഇറക്കി വിട്, നിങ്ങളെല്ലാം ഞാൻ സ്വർഗത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു സ്പീഡിലാണ് വന്ന് വണ്ടി നിന്നത് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് അവൻ ഇറങ്ങി അങ്ങ് മുകളിൽ പോയി. പിതാവിന്റെ മരണം ഉറപ്പാക്കാൻ പ്രജിൻ ചെയ്ത ക്രൂരകൃത്യം കണ്ട് അമ്മ ബോധരഹിതയായെന്നും ബന്ധുവായ ഷൈൻകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. അമ്മ ഇവിടെ ഇതറക്കാൻ വേണ്ടി വെച്ചിരുന്ന കത്തി എടുത്താണ് കഴുത്തറുത്തത്. അപ്പോൾ ഈ അമ്മ വരുന്ന സമയത്ത് പ്രജിൻ ഇവിടെ നിന്ന് പോയി. പ്രജിൻ ഉണ്ടായിരുന്നു പുറത്ത്, ഈ ജോസേട്ടന്റെ പുറത്ത്. അതെ, മരണം ഉറപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ശംഖ് അറ്റിരുന്നു. ഈ 2 വരുന്ന പൊട്ടിയിരുന്നു. അപ്പൊ ഈ ജോസേട്ടൻ കണ്ണ് തുറന്നാണിരുന്നത്.
കണ്ണ് തുറന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് തോന്നി അമ്മയെ നോക്കുന്നതാണ് എന്തോ പറയുന്നതാണെന്ന് വേണ്ടി അമ്മ കെട്ടിപ്പിടിച്ചു അവരെ പുറത്തുവിടാൻ. ഈ സമയത്ത് പോലീസ് എത്തിക്കഴിഞ്ഞു. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം പ്രിയങ്കരനായിരുന്ന ജോസിന്റെ ക്രൂര കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് വെള്ളറടയിലെ കിളിയൂർ എന്ന ഗ്രാമം ഇപ്പോഴും മുക്തമായിട്ടില്ല. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ചത് ബ്ലാക്ക് മാജിക് തന്നെയോ എന്ന് ഉറപ്പിക്കാനുള്ള പോലീസിന്റെ പരിശോധനയും പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നമ്മുടെയൊക്കെ ദിവസങ്ങളെ അലട്ടുന്നത് അല്ലെങ്കിൽ അസ്വസ്ഥമാക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകളാണ്. എല്ലാ ദിവസവും എന്ന പോലെ ഇത്തരം വാർത്തകൾ വരുന്നു. അങ്ങനെ നമ്മളൊക്കെ ഒരു എന്താണ് നമ്മുടെ ചുറ്റും സംഭവിക്കുന്നത് എന്ന ആശങ്കയിൽ കഴിയുമ്പോഴാണ് നമുക്ക് പോസിറ്റിവിറ്റി ജീവിതത്തിൽ വളരെ ആവശ്യമായി വരുന്നത്. നമുക്ക് നല്ല വാക്ക് കേൾക്കാം.